എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Temperance energy, Moon card, Queen of Cups, 5 of Cups, 10 of Swords, 8 of Pentacles. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം കുറച്ച് ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരേണ്ട അനിവാര്യതയുണ്ട്. കാരണം ജോലി ഉള്ളവരാണ് എങ്കിൽ പ്രത്യേകിച്ച് ജോലിയും കുടുംബവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി തിരക്കുകൾ, ഒത്തിരി റഷ്, ഒത്തിരി ബിസി ആയിരിക്കും ഈ ഒരു സമയം. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളാവാം, പല കാര്യങ്ങളും കൊണ്ടിട്ട് ഫാമിലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ, അതായത് ഫാമിലിയിൽ നല്ല രീതിയിൽ സമയം ചെലവഴിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ്, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് കൊണ്ട് ഓഫീസിലത്തെ കാര്യങ്ങൾ പരമാവധി, അതായത് സ്ഥിരമായിട്ടുള്ള ആ ഒരു മെയിൻറ്റെയിൻ ആയിട്ടുള്ളൊരു ഫിസിക്കൽ ലൈഫ്, അതായത് ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വീട്, കുടുംബം, അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ പാരൻസ്, പ്രായമായിട്ടുള്ളവരാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ്, പിന്നെ അതോടൊപ്പം തന്നെ ജോലിയും എല്ലാം കൂടി കൊണ്ടു നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു മാസം പ്രത്യേകം മെഡിറ്റേഷൻ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്രാണായാമം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. കാരണം ഈ ഒരു ബാലൻസ് ഒക്കെ കൊണ്ടുനടക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ എത്ര തിരക്കാണെങ്കിലും ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. നിങ്ങൾക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഹോബിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളത്, എല്ലാം ഒരു മോഡറേഷനിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഹോൾഡിങ്, എന്താ പറയുക, വെയറിങ് സ്ലീവ്സ് ഓൺ, വെയറിങ് യുവർ ഹേർട്ട് ഓൺ യുവർ സ്ലീവ്സ് എന്ന് പറയും. അതായത് നമ്മൾ ഹൃദയം എടുത്ത് പുറത്ത് വെച്ചേക്കുമായിരിക്കും. അതുപോലെ നമ്മൾ അത്രയും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള, ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതുകൊണ്ട് മാനസികമായിട്ടൊത്തിരി സംഘർഷം ഉണ്ടാവും. അപ്പോൾ സങ്കടങ്ങൾ കൂടുതലായിരിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ വളരെ നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹിച്ച ചില ഇടങ്ങളിൽ ഭയങ്കരമായിട്ടൊരു നൊസ്റ്റാൾജി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഓർമ്മകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഭയങ്കരമായിട്ട് ഉള്ളൊരു ചിന്ത മനസ്സിൽ വരും. ഇപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു നാടിനോടുള്ളൊരു പ്രണയം, അല്ലെങ്കിൽ നാട്ടിൽ പോയി വരാനായിട്ട് ഒത്തിരി ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീല് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനോടും അമിതമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അമിതമായിട്ട് സങ്കടം, അമിതമായിട്ട് സന്തോഷം, കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക. അതേപോലെ തന്നെ ചില ആളുകൾ ദേഷ്യം കൂടുതലുള്ളവരാണെങ്കിൽ ദേഷ്യം കൂടുതലുള്ള സമയമാവും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ആലോചിച്ച് വെച്ചിട്ട് ഇപ്പോഴേ തന്നെ അത് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം ക്ലാരിറ്റി കുറവായിരിക്കും. പറ്റുന്നുണ്ടെങ്കിൽ ഒരു നല്ല ടാരോ കാർഡ് റീഡറെയോ അസ്ട്രോളജറിയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിവിനേഷൻ ഇതിൽ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. യോഗ, മെഡിറ്റേഷൻ ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു തെളിച്ചക്കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം ദൈവത്തോട് ചോദിക്കും. നിങ്ങൾക്ക് ആ ഒരു തെളിമ, ചന്ദ്രനെ ആരാധിക്കേണ്ടതാണ്. ചന്ദ്രൻ ഒരു വ്യക്തത ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ നവഗ്രഹ സ്തോത്രത്തിൽ ചന്ദ്രന്റെ ഭാഗം വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൂൺ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാവുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഭദ്രകാളി ദേവിയെ ആരാധിക്കുക, ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. കാരണം ഒത്തിരി സ്ട്രഗിളാണ് ജീവിതത്തിൽ. അതിനർത്ഥം നിങ്ങൾക്ക് നല്ല സമയം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളതും ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നല്ല മുഹൂർത്തങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതല്ല. കുടുംബജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജോലിയിലും അതുപോലെ ചില ആളുകൾക്ക് പ്രമോഷനുള്ള സാധ്യത ഉണ്ടായേക്കാം. പക്ഷെ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മൾ പറയുമല്ലോ, ഒരു
ഒരു സ്വസ്ഥത കുറവ്. അപ്പൊ അത് ബാലൻസ് ചെയ്യണം. അതിന്റെ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ചെയ്യേണ്ടുന്നത്. അതേപോലെ തന്നെ ക്വീൻ ഓഫ് കപ്സ് എനർജി, ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒത്തിരി ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ ചില ആളുകൾ ഭയങ്കര കൺട്രോൾ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റ് ആളുകളെ. ഇപ്പൊ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കളുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ഹെലികോപ്റ്റർ തലയ്ക്ക് മുകളിൽ പറന്ന് നടക്കുന്ന പോലെ ഫുൾ ടൈം മക്കള് എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നത്, ബാഗ് പരിശോധിക്കുക, പുസ്തകങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോൺ കോൾസ് നോക്കുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അമിതമായിട്ട് ചെറിയ രീതിയിലൊക്കെ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് എന്നുള്ള ചോദിക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് തീരെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഒട്ടും വിശ്വാസമില്ലാന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരാളെ കൺട്രോൾ ചെയ്യുന്നത് മക്കളുടെ കാര്യത്തിൽ മാത്രമായിരിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആണെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ ബാക്കിയുള്ളവരെയൊക്കെ അവരുടെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ ഒരു ശ്രമം ഉണ്ട് എങ്കിൽ അതൊന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെ ഒരു രീതി പൊതുവേ നിങ്ങൾ അങ്ങനെ ഒരു രീതി ഉണ്ടെങ്കിലും ഈ മാസം അത് ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷെ വിശ്വാസമില്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവരിൽ ജനിപ്പിച്ചേക്കാം. അത് നിങ്ങളും അവരുമായിട്ടുള്ള ബന്ധത്തിന് വിള്ളൽ വരുത്തുന്ന ഒരു സമയമായിരിക്കും. ഒരു സെക്കൻഡ് ചാൻസ് പലപ്പോഴും നിങ്ങൾക്ക് പലരും തന്നിട്ടുണ്ടാവാം. ഇത് സെക്കൻഡ് അല്ല, ഒത്തിരി ചാൻസസ് ആയി. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നതും ക്ഷമിക്കേണ്ടതുമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ശ്രമിക്കുക, ഇതൊക്കെ ചെയ്യുക. പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും മറ്റും ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്ന. അപ്പോൾ ഓവറായിട്ട് സെൻസിറ്റീവ് ആവാതിരിക്കുക. ഓക്കെ, 5 ഓഫ് പെൻഡക്കിൾസ്, 5 ഓഫ് കപ്സ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വളരെയധികം പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പണ്ടെടുത്ത എന്തോ ഒരു തീരുമാനമായിരിക്കും. ആ തീരുമാനത്തെക്കുറിച്ച് ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തത് ശരിയായില്ല ആ തീരുമാനം. അങ്ങനെ ഒരു ചിന്തയൊക്കെ വെച്ചിട്ട് എപ്പോൾ നോക്കിയാലും അതിനൊക്കെ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചിട്ട് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ്, ജീവിതത്തിൽ സ്വസ്ഥത കുറവും സമാധാനക്കേടും ഒക്കെ ഉള്ള സമയമായിരിക്കുമ്പോൾ തന്നെ ഈ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കുക. കാരണം കഴിഞ്ഞുപോയ കാലത്ത് ഇപ്പോൾ ഉള്ള ടെൻഷൻ തന്നെ അത് നിങ്ങൾക്ക് ഒത്തിരി ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പണ്ടെന്തോ ചെയ്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പശ്ചാത്തപിക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അതെല്ലാം കൂടി നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. 10 ഓഫ് സോർട്സ് എനർജിയാണ്. അതോടൊപ്പം തന്നെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി നാളായിട്ട് നിങ്ങൾക്ക് വളരെയധികം ടെൻഷൻ തന്നിരുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം ഈ ഒരു മാസം അവസാനിക്കുകയാണ്. അപ്പൊ അത് വളരെയധികം നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സംബന്ധം അല്ലെങ്കിൽ കുടുംബത്തിലെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി സ്ട്രെസ് ഉണ്ട്, പല കാര്യങ്ങളും എങ്ങനെ എന്തെന്ന് ടെൻഷനാണ്. അപ്പൊ ഈ ഒരു കാര്യം അവസാനിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ഇത് സഹിക്കുന്നതായിരിക്കും. അതിലൊരു അന്ത്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും കേസ് കാര്യങ്ങൾ കൂട്ടമൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒഴിവാകുന്നുണ്ട്. അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫേവറിൽ നിങ്ങൾക്ക് നല്ലത് എന്ന് വരുന്ന രീതിയിലുള്ള നല്ല വിധി നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അയൽവാസികളൊക്കെ ചേർന്നിട്ട് എന്തെങ്കിലും അയൽവാസികൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ ആയിട്ട് സ്ഥലം, ഭൂമി തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തർക്കം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറിൽ വിധി വരുന്നതിന്റെ ഒരു സന്തോഷം, അപ്പൊ അതൊന്ന് തീർന്നു കിട്ടിയതിന്റെ ഒരു സമാധാനവും സ്വസ്ഥതയൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 8 ഓഫ് കോയിൻസ് എനർജിയാണ്. തൃപ്തികരമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസ അവസാനത്തിലേക്ക് അടുക്കും തോറും സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമോ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ മാത്രം സാമ്പത്തിക സ്ഥിതി ആയിരിക്കണം, അതായത് നിങ്ങളുടെ ഒരാളുടെ ആയിരിക്കില്ല, നിങ്ങളുടെ ഫാമിലിയിൽ മൊത്തത്തിൽ
നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു രീതിയിൽ നല്ലൊരു പൊസിഷനിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നു. ഗുഡ് ലക്കാണ്. നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ഇപ്പോ നിങ്ങളുള്ള പൊസിഷനിൽ നിന്ന് ഉയർന്ന പൊസിഷനിലേക്ക് പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് കുറച്ചധികം നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മത്സര പരീക്ഷകൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, വിദേശത്തേക്ക് പോകാൻ പറ്റുന്ന IELTS ഇപ്പോൾ 3-4 വട്ടമൊക്കെ എഴുതി കഴിഞ്ഞിട്ടും പാസ്സാവാത്തവരോ, അല്ലെങ്കിൽ OET, IELTS, TOEFL മറ്റെന്തെങ്കിലും തരത്തിലുള്ള എക്സാം, ഇതൊക്കെ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശുഭമായിട്ടുള്ളൊരു ഗുഡ് ന്യൂസ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കേൾക്കാം. അതേപോലെ നിങ്ങളുടെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ വിദേശത്തേക്ക് കയറി പോകുന്ന വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ സഫലമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ എന്നുള്ളത്. അതേപോലെ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ, അപ്പോൾ ഫാമിലിയിലുള്ള മറ്റാർക്കെങ്കിലും ഒക്കെ ജോലിയും മറ്റുമൊക്കെ കിട്ടുന്നുണ്ടാവും. മൊത്തത്തിൽ കുടുംബ അന്തരീക്ഷം ഒന്ന് ഒരു സ്റ്റേബിൾ ആവുന്നുണ്ട്, സാമ്പത്തികമായിട്ട് സുരക്ഷിതരാകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.